ഹേസലിൻ്റെ സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് CET പഠനകാലത്തിൽ ചെയ്ത CET ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിൽ കൂടിയല്ലേ? CET ജീവിതവും സിനിമാ മോഹം നിറഞ്ഞ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? CET ലൈഫ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടാണ്. തൊട്ടടുത്ത വർഷം ഇൻഫോസിസിൽ ജോലി കയറി കഴിഞ്ഞപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ അത് കോളേജിൽ അന്നത്തെ ജൂനിയേഴ്സ് ഒക്കെ കൂടെ ചേർന്ന് അവരെല്ലാവരും കൂടെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി അവരെന്നെ വിളിച്ചു, ഞാൻ അങ്ങനെ പോയി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഷെർഷാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവൻ നായകനായിട്ടൊക്കെ സിനിമയിൽ അഭിനയിക്കായിരുന്നു. ലിറ്റിൽ മിസ് റാവുത്തർ എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ ഹീറോ ആണ് ഷെർഷാ. അപ്പോൾ ഷെർഷയാണ് ആ CET ലൈഫ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഷെർഷ വിളിച്ചപ്പോൾ ഞാനപ്പോൾ ജോലി ചെയ്തിരുന്ന സമയത്ത് അങ്ങോട്ട് വന്ന് അഭിനയിച്ചതാണ്. CETയിൽ അങ്ങനെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും അങ്ങനെ ആക്ച്വലി നമ്മൾ സിനിമ എന്ന് പറയുന്നത് ബിയോണ്ട് അവർ ഒരു എന്താ പറയുക, ഒരു നമ്മൾ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് CET പോലത്തെ ഒരു കോളേജിൽ അങ്ങനത്തെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പങ്കുവെക്കാനോ അത് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരും കുറവായിരുന്നു. അങ്ങനത്തെ ഒരു ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. എല്ലാവരും ഒരു പ്ലേസ്മെന്റ് ഡ്രിവൺ ആയിട്ട് എവിടെയെങ്കിലും നല്ല കോർ കമ്പനിയിലൊക്കെ ജോലി കിട്ടുക, അല്ലെങ്കിൽ അടുത്ത ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ക്യാറ്റ് കോച്ചിങ്ങിനും ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് സർക്കിൾ എല്ലാവരും തന്നെ അങ്ങനത്തെ ആസ്പിറേഷൻസിലൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഓപ്ഷൻസും കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ അതുപോലത്തെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായി എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകളും, അവിടുത്തെ ജോലി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ഇൻ ദ സെൻസ് നമ്മുടെ ഇതല്ല ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ തന്നെ സ്വന്തം ഷോർട്ട് ഫിലിംസ് എടുത്ത് എൻ്റേതായിട്ടുള്ളൊരു ഒരു വഴി ഞാൻ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങുന്നതും. അവിടെ അങ്ങനെയാണ് പ്രിയംവദ കാതരയാണോ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പോൾ CET എല്ലാവരെയും പോലെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുക, പാസ്സാവുക, ബാക്കി സമയത്ത് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയണ പോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കോളേജ് ലൈഫിലെ എക്സ്പീരിയൻസസ് പിന്നീട് ഭയങ്കര സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് കൊണ്ടുണ്ട്. സംവിധാനം ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി മാത്രമല്ല, ആൾക്കാരെ മാനേജ് ചെയ്യുകയും ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷനും ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും, അല്ലെങ്കിൽ ഹ്യൂമർ, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ CETയിലൊരു സ്കൂൾ വരെ ഒരു പഠിപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസ് നിന്ന് കോളേജിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു എക്സ്പോഷറും അതുപോലെ ഉള്ള കുട്ടികളുമായിട്ടുള്ള സൗഹൃദവും സംഭാഷണങ്ങളൊക്കെ, പല കൾച്ചറിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളും, ഗവൺമെന്റ് കോളേജ് ആയിട്ടുള്ള അതുകൊണ്ടുള്ള ഫ്രീഡമും, നമുക്ക് കിട്ടിയ ഫ്രീഡം ഒക്കെ തന്നെയാണ് നമ്മളെ കുറെ കൂടെ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് കുറച്ചുകൂടെ ഇവോൾവ് ചെയ്യിപ്പിച്ചത് കോളേജ് ലൈഫ് തന്നെയാണ്, CET ലൈഫ് തന്നെയാണ്. അപ്പം അങ്ങനെ അത് ആ രീതിയിലൊക്കെ എന്നെ ഒരുപാട് ഗുണം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും BTech പഠിച്ച ഒരാൾക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന ലോകത്ത് ഏത് മൂലയിൽ ഏത് ജോലിക്ക് കൊണ്ടിട്ടാലും BTechകാരൻ സർവൈവ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം തലേദിവസം രാത്രി ഇരുന്ന് പഠിച്ചെടുത്താണ് 6 മാസം കൊണ്ട് പഠിപ്പിച്ച സബ്ജക്റ്റൊക്കെ നമ്മൾ പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ധാരാവി ഒഴിപ്പിച്ചു എന്ന് പറയുന്ന പോലാണ് ഒരു എൻറ്റയർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചെടുത്ത് പാസ്സാകുന്നത്. അപ്പോൾ അത് BTechകാരൊക്കെ തന്നെയാണ് ആ സ്കില്ലുള്ളത്. അപ്പോൾ അതെനിക്ക് തീർച്ചയായിട്ടും സിനിമയിലേക്ക് വന്നതിന് ശേഷം സിനിമ പഠിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിലും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോളേജിലെ മറ്റ് എക്സ്പീരിയൻസൊക്കെ എന്നെ കോളേജ് CET അവിടെ ധ്വനി ആർട്സ് ഫെസ്റ്റും അത് നടത്തിയ പരിചയവും അതിൻ്റെ കൺവീനറായിരുന്ന സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസസും, കോളേജിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസസും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബെറ്റർ എന്താ പറയുക, മൊത്തത്തിലൊരു മാനേജ്മെൻറ്റ് സ്കിൽസിലും ആൾക്കാരെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കോളേജ് ലൈഫ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ബാറ്റ്മാനും അയൺമാനും സ്പൈഡർമാനും ഒക്കെ സൂപ്പർ ഹീറോസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി ഒരു ഗ്രാമീണ സൂപ്പർ ഹീറോയെ സമ്മാനിക്കുന്നതിലേക്ക് നയിച്ച ചിന്തകളും അത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളും എന്തൊക്കെയായിരുന്നു? ഇവിടുത്തെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഈ പറയുന്ന സൂപ്പർ ഹീറോ സിനിമാസ് ഇവിടെ അധികം ഇല്ലാതിരുന്നത് കൊണ്ടും ഇവിടെ അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നും
ഇവിടത്തേതായ രീതിയിൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ പ്രശ്നസുമാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. നമ്മൾ സ്പൈഡർമാനും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആരും അത് ഇവിടെ ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ച് ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ആലോചിച്ചാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അത്തരം സ്കെയിലിലുള്ള വലിപ്പത്തിലുള്ള സൂപ്പർ പവേഴ്സ് ഒക്കെ നമ്മൾ സിനിമയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് ബജറ്റും ടെക്നിക്കൽ സഹായങ്ങളും VFXും ആക്ഷനും ബജറ്റും സ്കെയിലൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനു മുമ്പ് അങ്ങനത്തെ സിനിമകൾ ഇവിടെ സംഭവിക്കാത്തത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ്. ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാം ഇവിടെ. അത് നമ്മുടേതായിട്ടുള്ള ബജറ്റിൽ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഗ്രാമീണ പള്ളിച്ചപ്പലിടുന്ന ലുങ്കി കൊടുക്കുന്ന സൂപ്പർ ഹീറോനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമുക്കത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ അത് മാക്സിമം നമുക്ക് എത്തിക്കാം എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മൾ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇത്തരം ഇതിനൊക്കെ നമ്മളും ഗ്രോ ചെയ്യുള്ളൂ, നമ്മളും ഇവോൾവ് ചെയ്യത്തുള്ളൂ. ഒരേപോലത്തെ സിനിമകൾ മറ്റൊരു കുഞ്ഞിരാമായണമോ മറ്റൊരു ഗോദ ചെയ്യാൻ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെ അതിൽ ഒതുങ്ങിപ്പോവും. നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മളും ആസ് എ ഫിലിം മേക്കർ, ആസ് എ ഹ്യൂമൻ ബീങ് അങ്ങനത്തെ വലിയ ആസ്പിറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ നമ്മളും ബെറ്ററായിട്ട് വളരത്തുള്ളൂ, ഇവോൾവ് ആവത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ്, അതൊരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റെടുത്ത് എന്നാൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അതെല്ലാ മേഖലകളിലും എല്ലാ പ്രോസസ്സിലും ത്രൂ ഔട്ട് അതിൻ്റെ പ്രോസസ്സിലെല്ലാം നമ്മൾ നേരിടേണ്ടി വന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിരുന്നു അത് ഉണ്ടാക്കിയെടുത്ത് പുറത്തെത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവൻച്വലി അതിൻ്റെ സക്സസ്സും അതുണ്ടാക്കിയ ഒരു പേ ഓഫ് ഒക്കെ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കഷ്ടപ്പാടുകൾ എല്ലാം വർത്ത് ഇറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഹാപ്പിയാണ്. അത് ആ ഒരു തോട്ട് പ്രോസസ്സ് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. കാർട്ടൂണുകളും മാർവൽ സീരീസും സൂപ്പർ ഹീറോ മൂവികളും ഇഷ്ടമുള്ള ബേസിലിനെ ഒരു സൂപ്പർ ഹീറോ വേഷത്തിൽ കാണാൻ നമുക്ക് സാധിക്കുമോ? ഇനിയും സൂപ്പർ ഹീറോ സിനിമകൾ ബേസിലിൻ്റെതായി പ്രതീക്ഷിക്കാമോ? എനിക്ക് സൂപ്പർ ഹീറോ സിനിമകളും കാർട്ടൂൺ ആനിമേഷൻ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ കാണാറുണ്ട്. അങ്ങനത്തെ കഥകളും കോമിക്സ് ഒക്കെ ഒരുപാട് വായിക്കാറുണ്ട്. ഇപ്പോഴും അത് കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. അപ്പോൾ പക്ഷെ എന്നെ സൂപ്പർ ഹീറോ വേഷത്തിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആരെങ്കിലും അത് ആലോചിക്കണം എന്നെ വെച്ചിട്ട്. വേറെ ആരെങ്കിലും ആലോചിച്ചാലേ പറ്റും, ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ. ഡെഫിനറ്റ്ലി ആസ് എ ഡയറക്ടർ ഞാൻ ഇനിയും സൂപ്പർ ഹീറോ സിനിമകൾ ചെയ്യും, അതിലൊരു സംശയമില്ല. മിന്നൽ മുരളി മാത്രമല്ല മറ്റ് സൂപ്പർ ഹീറോകളും ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു ലോങ് ടേം ഒരു അംബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ഇപ്പോൾ അടുത്ത ഒരെണ്ണം ഒരു സൂപ്പർ ഹീറോ സിനിമ അടുത്ത 2 വർഷത്തിൽ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷവും ഉള്ള കുറച്ച് പ്രൊജക്റ്റുകളുടെ പ്ലാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ ഹീറോസിന് വിട്ട് ഞാൻ പിടിക്കില്ല. കുറച്ചധികം സൂപ്പർ ഹീറോസ് ഉണ്ടാക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. മികച്ച സംവിധായകനായും അഭിനേതാവായും തിളങ്ങുന്ന ബേസിലിന് അഭിനയമാണോ സംവിധാനമാണോ കൂടുതൽ ഇഷ്ടം? 100% സംവിധായകൻ എന്നുള്ള രീതി തന്നെയാണ് അതിൽ തന്നെ ലേബൽ ചെയ്യപ്പെടണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. നടൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ആക്സിഡൻ്റൽ ആക്ടറായിരുന്നു. പിന്നീട് അത് നല്ല ലീഡ് റോളിലേക്ക് ഇവോൾവ് ആവുകയും ഇപ്പോൾ ലീഡ് റോൾ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ആക്ടർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ സിനിമയിലേക്ക് വന്നത് തീർച്ചയായിട്ടും സംവിധാനം ചെയ്യാനും സിനിമ കഥകൾ പറയാനൊക്കെ തന്നെയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സംവിധായകൻ്റെ കസേരയിലിരിക്കുക. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ആ കഥ പറയുന്നത് മൊത്തം പൂർണ്ണ ഉത്തരവാദിത്വവും അതിൻ്റെ ചലഞ്ചസ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് നേരിടേണ്ടി വരുന്നത്. അഭിനേതാവ് എന്നുള്ള രീതിയിൽ കുറേ കൂടെ നമ്മൾ വേറെ കുറേ ആൾക്കാരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനേക്കാളും കൂടുതൽ എക്സൈറ്റിങ് സംവിധായകനായിട്ട് പുതിയ കഥകൾ, പുതിയ വേൾഡുകൾ സൃഷ്ടിക്കുക, പുതിയ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക, പുതിയ കഥകൾ പറയുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ സംവിധായകൻ തന്നെയാണ്, സംവിധാനം എന്നുള്ള പ്രൊഫൈൽ തന്നെയാണ് 100%. അതിൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഒരുപാട് കുറേ ദൂരങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ്ലി ഇവോൾവ് ആയി ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കാനും അപ്സ്കിൽ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു IT പ്രൊഫഷൻ ഉപേക്ഷിച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമാ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ബേസിലിനെ ഫ്രണ്ട്സും
ഫാമിലിയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇനി ജോലിയുണ്ട്, ഇനിയിപ്പം മെല്ലെ അതിൽ എന്തെങ്കിലും രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുക, ഒരു ഹയർ സ്റ്റഡീസിന് ട്രൈ ചെയ്യുക, ഇപ്പം ക്യാറ്റ് എഴുതുക, അല്ലെങ്കിൽ MBAക്ക് പോവുക, അല്ലെങ്കിൽ ഗേറ്റ് കോച്ചിങ്ങിന് പോവുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേസ്മെന്റ് കിട്ടി പിന്നെ എല്ലാവരും അതാണല്ലോ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് CT പഠിച്ചവരെല്ലാവരുടെയും ഒരു അടുത്ത സ്റ്റെപ്പ്, കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവരും അവിടെ പ്ലേസ്ഡ് ആയി, ഇവിടെ പ്ലേസ്ഡ് ആയി, അല്ലെങ്കിൽ അയാൾ IIMന് ഇത്ര സ്കോർ ചെയ്തു, അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടി. IIMലല്ല, ക്യാറ്റിൽ ഇത്ര സ്കോർ ചെയ്തു, അയാൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, ഇയാൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, ഇവന് ഗേറ്റിന് ഇത്ര റാങ്ക് കിട്ടി. ഇങ്ങനത്തെ ഒരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു പ്രഷർ എപ്പോഴും ഉണ്ട്. എല്ലാവരും അവിടെ ഇത് ചെയ്തു, എല്ലാവരും സക്സസ് ആവുന്നു, അവൻ ഇവിടെ സക്സസ്ഫുൾ ആവുന്നു, പിന്നെ ഇവിടെ പ്ലേസ്മെന്റ് കിട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് അതിന്റെ പിന്നാലെ എങ്ങനെ നമ്മൾ ഓടുക എന്ന് പറയുന്നത് വളരെ ഈസിലി അതിലേക്ക് വീണു പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴോ ഒരു കറക്റ്റ് സമയത്ത് കറക്റ്റ് തീരുമാനം എടുത്തു. പറ്റില്ല. ഇപ്പോ ആ സമയത്തിന്റെ ഇതും കൂടെ ഉണ്ട്. ഇത് ഞാൻ ഡിലേ ആക്കിയിരുന്നെങ്കിൽ, ആ തീരുമാനം എടുക്കാൻ ഞാൻ വൈകിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രഷറും ഈ പറയുന്ന കമ്മിറ്റ്മെന്റ്സും അങ്ങനെയുള്ള ഒരു സൊസൈറ്റൽ നോംസിൻ്റെതായിട്ടുള്ള കുറെ കമ്മിറ്റ്മെന്റ്സിലൊക്കെ ഞാൻ കുടുങ്ങി അതിൻ്റെ അകത്ത് ഞാൻ ഒരു നോർമൽ ലൈഫിലേക്ക്, ഒരു സാലറിഡ് ജോബിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായേനെ. പക്ഷെ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള എന്തോ ഒരു ധൈര്യം ഉണ്ടായി. ആദ്യമൊക്കെ വീട്ടുകാർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു യാഥാസ്ഥിതിക കുടുംബമായതുകൊണ്ടും വയനാടൊക്കെ ആയതുകൊണ്ടൊക്കെ ഉള്ള എക്സ്പോഷർ ഇല്ലായ്മയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പേടിയുണ്ടായിരുന്നു. ജോലി പോയി കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ എന്താണ് ഒരു ഒരു എന്താ പറയുക, ഒരു ഉറപ്പ്, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, ഇവിടെ സക്സസ്ഫുൾ ആവും. എത്രയോ പേര് സ്ട്രഗിൾ ചെയ്യുന്നു, എത്രയോ പേര് വഴിതെറ്റി പോകുന്നു, പല രീതിയിൽ വഴിതെറ്റി പോകുന്നു. അപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യലി അങ്ങനെ ഒരുപാട് ഒരു മാതാപിതാക്കൾക്ക് ടെൻഷൻ അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവർ കൂടുതൽ അറിയാനിട്ടാണ്. കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വിടില്ല. അപ്പോൾ അവർക്ക് പരിമിതമായ അവരുടെ അറിവിൽ നിന്ന് തന്നെ അവർക്ക് ടെൻഷൻ അടിക്കാനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വിജയിച്ചു. അവരും ഓക്കെ, അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ആഗ്രഹമല്ല, ഒന്ന് ട്രൈ നോക്കട്ടെ എന്ന് അവരും അങ്ങനെ ഒരു തോന്നൽ അവർക്കും എങ്ങനെയോ തോന്നി. ബാക്കി കൂട്ടുകാരൊക്കെ ഓൾവേസ് സപ്പോർട്ടീവ് തന്നെയായിരുന്നു. എല്ലാവരും എനിക്ക് ആ സമയത്ത് കാശ് തരുന്ന കാര്യത്തിലും കടം തരുന്ന കാര്യത്തിലും ജീവിക്കാനുള്ള പൈസ തരുന്ന കാര്യത്തിലും, പിന്നെ വീട്ടിൽ നിന്ന് കാശ് വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യാനുള്ള പണവും അതും ഇതൊക്കെ കൂട്ടുകാരും എൻ്റെ ഭാര്യയും, അന്ന് എൻ്റെ കാമുകിയായിരുന്നു എലിസബത്ത്, ഒക്കെ തന്നെയാണ് എനിക്ക് അന്ന് എന്നെ സർവൈവൽ ഇതിനൊക്കെ സഹായിച്ചിരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ആ ഷോർട്ട് ഫിലിം ഒക്കെ എല്ലാവർക്കും അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബലം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു സൈഡിൽ പ്രൂവൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണമായിട്ടും ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു. നീ പോയി രക്ഷപ്പെടാ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളൊരു പ്രോത്സാഹനം എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. CTയിൽ തുടങ്ങിയ പ്രണയമാണ് ബേസിലിൻ്റെയും എലിസബത്തിൻ്റെയും. വിവാഹശേഷം ബേസിലിൻ്റെ ജീവിതത്തിൽ വന്ന പോസിറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിലെ ഏറ്റവും വലിയ ക്രിട്ടിക് എലിസബത്താണോ? എലിസബത്ത് അത് ഞങ്ങൾ കോളേജിൽ 7 വർഷം പ്രേമിച്ചു. കോളേജിന് ശേഷം അത് കഴിഞ്ഞ് ആണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 7-8 വർഷമായി. ഇപ്പോൾ 10-14 വർഷമായി ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഒരു എന്താ പറയുക, അത്രയും ചെറിയ പ്രായത്തിൽ കൂടെ കൂടിയ ഒരാളാണ്. അതായത് നമ്മുടെ ടീനേജിൽ സമയത്ത് നമ്മുടെ കൂടെ കൂടിയ ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് അതേ എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ സാധാരണ പറയുന്ന പോലെ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പലരും എൻ്റെ അടുത്ത് ഉപദേശിച്ചിട്ടുള്ള പോലെ, കല്യാണം കഴിച്ചാൽ തീർന്നു, നിന്റെ ജീവിതം, നിന്റെ ഈ ഫ്രീഡം ഒക്കെ പോകും, നീ പിന്നെ ഒന്നിനും കൊള്ളാത്തവനാവും എന്നൊക്കെ പറയുന്ന, പണി വിട്ടു കളിയുക എന്നൊക്കെ പറയണ പോലത്തെ സാഹചര്യങ്ങളൊക്കെ സിനിമയിലും പലരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷമൊക്കെ എനിക്ക് ഭയങ്കര സ്റ്റേബിളായിട്ടും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു വൈഫ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എന്നെ ഉപദേശിക്കുകയും എന്നെ വഴക്ക് പറയുകയും ഈ പറയുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്നെ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ ഭാര്യയായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. ഞാൻ തിരിച്ചും അതുപോലെ തന്നെ ആണ്. ഞങ്ങളൊരു ബെസ്റ്റ് സുഹൃത്തുക്കളായിട്ട് തന്നെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സുഹൃത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും, സിനിമ ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങും ജഡ്ജ്മെൻറ്റ്സും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മളുടെ തീരുമാനങ്ങൾക്ക് ഭയങ്കര
സ്റ്റേക്സ് ഉണ്ട്. നാളെ അത് വലിയ വലിയ തീരുമാനങ്ങൾ പാളിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിലോ, ഒരു സിനിമ 2-3 വർഷത്തെ വിഷനൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെയാണ് അതൊക്കെ. അതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത്തരം തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ തീരുമാനങ്ങളാണെങ്കിൽ പോലും, ചെറിയൊരു എന്തെങ്കിലും ഒരു പാട്ടിൻ്റെ ബിറ്റ് പുതിയ മ്യൂസിക് ഡയറക്ടർ അയച്ചു തരുമ്പോൾ അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ചെറിയ പുതിയ കഥയിൽ പുതിയ പുതിയ ഐഡിയാസ് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് അന്നേരം അപ്ഡേറ്റ് ചെയ്യുക. അതൊക്കെ കാര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഞാൻ അഭിപ്രായം എലിസബത്തിൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കാറ്. അപ്പോൾ എലിസബത്ത് തന്നെയാണ് ഏറ്റവും പച്ചയ്ക്കെല്ലാം തുറന്നു പറയുന്ന ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും എലിസബത്ത് തന്നെയാണ്. ചില സിനിമകൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും, ചില സിനിമകൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്നും, ചിലത് കുഴപ്പമില്ല, ആവറേജ്, ചിലത് വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്, ചിലത് മോശമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവും, സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും ഒക്കെ ഉള്ള രീതിയിൽ എല്ലാ സ്റ്റേജിലും എലിസബത്ത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവൾ അവളുടേതായ ജോലി ചെയ്യുന്നുണ്ട്. അവൾ അവളുടേതായിട്ടുള്ള ഒരു വേൾഡും ഒരു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ NGOയിലാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയാണ്. NGOയിൽ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു NGOയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വേറെയാണ്. അവളുടെ കൊളീഗ്സും ഫ്രണ്ട് സർക്കിളും ഒക്കെ വേറെ തന്നെയാണ്. സിനിമയിലുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും അവൾ കണ്ടിന്യൂസ്ലി സിനിമയുമായിട്ട് എൻ്റെ ജോലിയിലൂടെ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും എനിക്ക് ഈ പറയുന്ന സിനിമ മാത്രമല്ല, പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും എല്ലാം കൊണ്ടും എനിക്ക് എന്താ പറയുക, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് എലിസബത്ത്. സി-ടാക്കിലെ ഒരുപാട് കുട്ടികൾ കേരളത്തിലും പുറത്തുമായി ബിടെക്കിന് പഠിക്കുന്നുണ്ട്. കൺസിസ്റ്റൻ്റായി 8 GPA കിട്ടാൻ അവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ബിടെക്കിന് പഠിക്കുന്ന കുട്ടികൾക്ക് 8+ GPA കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി. അതറിയായിരുന്നെങ്കിൽ ഞാൻ 8+ ഒക്കെ മേടിച്ചേനെ. എനിക്ക് അത്രയും GPA ഒന്നും ഉണ്ടായിട്ടില്ല കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻജിനീയറിംഗ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെ വലിയൊരു പരാജിതനായിരുന്നു. അത് ഞാൻ റോങ് പ്രൊഫഷൻ, ഞാൻ ഒരു റോങ് സ്ട്രീം ഓഫ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അറിയില്ല. പക്ഷെ അതിൽ എക്സൽ ചെയ്ത ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. അവരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം എങ്ങനെ 8+ കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് എന്നാൽ പോലും എനിക്കത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ അറിയിരുന്നെങ്കിൽ ഞാൻ എന്നേ 8+ മേടിച്ചേനെ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും അത് എന്തെങ്കിലും ഒരു നമ്മൾ കുറേ കൂടെ നമുക്ക് എന്താ പറയുക, ആ എടുത്തിരിക്കുന്ന സ്ട്രീമിനോടും ആ പ്രൊഫഷനോടും ഒരു താല്പര്യവും പാഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേറെ ടിപ്പൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ട് അത് ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ടിപ്പ്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ പോയാലും നമുക്ക് മാർക്ക് നല്ലത് തന്നെ കിട്ടും. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു മേഖലയാണല്ലോ, ഒരു കോഴ്സാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ കോഴ്സിൽ, ആ പ്രൊഫഷനിൽ അടുത്ത് എന്താണെന്നൊക്കെ ഉള്ള അംബീഷൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ പിന്നെ അതിന് ടിപ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആരും പറയാതെ തന്നെ നമ്മൾ തന്നെ അത് പഠിച്ചോളും, ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ ഡിഫറൻസ് അതാണ്. ഇവിടെ ആരും എന്നെ നിർബന്ധിക്കുകയോ ആരും എന്നെ പഠിപ്പിച്ചു തരുമോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പാഷൻ്റെ ഡ്രിവൺ ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഓരോന്ന് പഠിച്ചെടുക്കുന്നത്. ഞാൻ തന്നെയാണ് എന്താ പറയുക, ഒരു സെൽഫ് തോട്ട്. ഫിലിം സ്കൂളിലൊന്നും പോവാതെയാണ് 3 സിനിമ സംവിധാനം ചെയ്തത്. ഇപ്പോൾ 45ഓളം സിനിമകൾ അഭിനയിച്ചത് ഒക്കെ ഈ പറയുന്ന സെൽഫ് ലേണിംഗ് തന്നെയാണ്. അതൊരു കൃത്യമായിട്ടുള്ള പാഷൻ ഡ്രിവൺ അല്ലെങ്കിൽ ഇത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ആർക്കും വേണ്ടിയല്ല ഞാൻ പഠിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്താലും ആവശ്യം. അതെനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടിന്യൂസ്ലി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് കണ്ടിന്യൂസ്ലി ഇത് പഠിക്കാനും രാവിലെ പുലർച്ചെ 1 മണി 2 മണി 3 മണി വരെയൊക്കെ ഡെയിലി ഇരുന്ന് പഠിക്കുകയും സിനിമ കാണുകയും നോട്ട്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്നെ ആസ് എ ഫിലിം മേക്കർ, ആസ് എ ടെക്നീഷ്യൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്സ്കിൽഡ് ആവായിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ വിജയം. ആ ചൂസ് ചെയ്ത മേഖലയിൽ നമുക്കൊരു പാഷനോ ഇഷ്ടമോ ഉണ്ടാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. അതുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ടിപ്സ് ഒന്നും വേണ്ടി വരില്ല നമുക്കവിടെ ഈ പറയുന്ന പോലെ സ്കോർ ചെയ്യാൻ.